ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റെജൈമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാല് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹായ് ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. സോ സെറ്റിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെറ്റ് എക്കണോമിക്സിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് അറിയാം അല്ലെ, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ട ഒരു എക്സാം ആണ് സെറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതില് ഇക്കണോമിക്സിന്റെ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി എടുത്തിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഫിനാൻസ് കമ്മീഷൻ നമ്മുടെ സെറ്റ് ഇക്കണോമിക്സിന്റെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ ആണ്. സോ ഫിനാൻസ് കമ്മീഷന്റെ അറേഞ്ച്മെന്റിനെ കുറിച്ച് ധാരാളമായി ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പം എപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ല, ബട്ട് ഇതേ പാറ്റേണിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. 12th ഫിനാൻസ് കമ്മീഷൻ, 13th ഫിനാൻസ് കമ്മീഷൻ, 14th ഫിനാൻസ് കമ്മീഷൻ, 15th ഫിനാൻസ് കമ്മീഷൻ, YV റെഡ്ഡി, C രംഗരാജൻ, NK സിംഗ്, വിജയ് കേൽക്കർ. ഇതൊരു മാച്ച് ദി ഫോളോയിങ് പോലെയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഡയറക്റ്റ് ഫോമിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് ഫിനാൻസ് കമ്മീഷന്റെ ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്, ചെയർമാൻ ആൻഡ് ഓപ്പറേഷണൽ ഡ്യൂറേഷൻ ഒന്ന് പരിശോധിക്കാം. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഓരോന്നായി വായിക്കാം. ഫസ്റ്റ് മുതൽ 15th വരെ 1951, 1956, 1960, 64, 1968, 1972, 1977, 1983, 1987, 1992, 1998, 2002, 2007, 2013 and 2017. ചെയർമാന്റെ ലിസ്റ്റ് നോക്കിയാൽ നിയോഗി, കെ സന്തനം, AK ചന്ത, PV രാജ്മന്നാർ, മഹാവീർ ത്യാഗി, കെ ബ്രഹ്മാനന്ദ റെഡ്ഡി, JM ഷെലറ്റ്, YB ചവാൻ, NKP സാൽവെ, KC പന്ത്, AM കുഷ്റോ, C രംഗരാജൻ, ഡോക്ടർ വിജയൽ കേൽക്കർ, ഡോക്ടർ YV റെഡ്ഡി, NK സിംഗ്. ഓപ്പറേഷണൽ ഡ്യൂറേഷൻ നോക്കിയാൽ 1952 to 57, 57 to 62, 62 to 66, 66 to 69, 69 to 74, 74 to 79, 1979 to 84, 84 to 89, 89 to 95, 1995 to 2000, 2000 to 2005, 2005 to 10, 2010 to 15, 15 to 20, 20 to 25. ഇങ്ങനെയാണ് ഓപ്പറേഷണൽ ഡ്യൂറേഷനും വരുന്നത്. സോ നമുക്കിനി മാച്ച് ചെയ്യാം. 12th ഫിനാൻസ് കമ്മീഷൻ. 12th ഫിനാൻസ് കമ്മീഷൻ ആരുമായിട്ടാണ് 12th വരുന്ന സമയത്ത്? C രംഗരാജൻ അല്ലെ. അപ്പൊ നമുക്ക് 12th ഫിനാൻസ് കമ്മീഷന് C രംഗരാജൻ, A with 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ഇനി 13th ഫിനാൻസ് കമ്മീഷൻ. 13th ഫിനാൻസ് കമ്മീഷൻ വിജയ് കേൽക്കർ ആണ് അല്ലെ. അപ്പൊ 13th ഫിനാൻസ് കമ്മീഷൻ വിജയ് കേൽക്കർ ആണ്. അപ്പൊ 4 ആണ്, B4 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ. 14th ഫിനാൻസ് കമ്മീഷൻ ആരാണ്? YV റെഡ്ഡി ആണ് വരുന്നത്, ഡോക്ടർ YV റെഡ്ഡി. സോ C with 1 ആണ് വരുന്നത്. ആൻഡ് 15th ഫിനാൻസ് കമ്മീഷൻ NK സിംഗ്. ഈ 15th ഫിനാൻസ് കമ്മീഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ റൈറ്റ് ആൻസർ ബി ആണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു തന്നെ നോട്ട് ചെയ്ത് എടുക്കുക. അടുത്ത പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ദ മെഷർ ഓഫ് വേരിയേഷൻ ലീസ്റ്റ് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം ഒബ്സർവേഷൻസ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് മീൻ ഡീവിയേഷൻ. സോ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മേഖലയിലേക്ക് പോയാൽ നമുക്ക് അവയെ രണ്ടായി തിരിക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നും മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നും. സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ കേസിലാണ് നമുക്ക് മീൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മീഡിയൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മോഡ് ഉണ്ട് അല്ലെ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ കേസിലേക്ക് പോയാൽ നമുക്ക് റേഞ്ച് ഉണ്ട്, അതേപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും കോയിഫിഷ്യൻസും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചത് എക്സ്ട്രീം ഒബ്സർവേഷൻസ്, എക്സ്ട്രീം വാല്യൂസ്, ഫോർ എക്സാമ്പിൾ ഒരു വാല്യൂ 1 ആണ്, വേറൊരു വാല്യൂ 1000 ആണ്. അപ്പൊ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്.
എന്നാൽ ഈ ഫ്ലക്ച്വേഷൻ ഒക്കർ ചെയ്യാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീം ഒബ്സർവേഷൻസ് ഇൻവോൾവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത മെഷറിനെ നമ്മൾ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ആൻസർ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് വരുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ റൂട്ട് മീൻ സ്ക്വയർ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. കാൾ പിയേഴ്സൺ ആണ് അത് കൊണ്ടുവന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുമ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എക്സ് ബൈ എൻ ദ ഹോൾ സ്ക്വയർ. സോ എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, നമ്മൾ എല്ലാം എടുക്കുന്നുണ്ട് അല്ലെ. സോ അവിടെ വരും മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പം നമ്മൾ അവിടെ മീൻ എന്നാണ് എടുക്കുന്നത്. സോ അവിടെയും ഇൻഫ്ലുവൻസ് വരും. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഫെയറാനസ് മോഡൽ the stage 2 of commercialization of agriculture is characterized by the following except surplus labor is being depleted, industrial wages begin to rise, agriculture labor supply is exhausted, agriculture sector becomes more commercialized. So ഇവിടെ ഫെയറാനസ് മോഡൽ, ലൂയിസ് മോഡൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഡലുകളാണ്. സോ ഫെയറാനസ് മോഡലിന്റെ കേസിലേക്ക് വരുമ്പോൾ അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചാണ് അവർ ബേസിക്കലി പറയുന്നത്. നമ്മുടെ എക്കോണമിയിൽ കൂടുതലും ആൾക്കാര് അഗ്രികൾച്ചറൽ ഫീൽഡിലാണ് എംപ്ലോയ് ചെയ്യുന്നത്. 1947 മുമ്പുള്ള അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ 1947 കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചെറിയ ചേഞ്ച് വന്നു. അതായത് കൂടുതൽ ലേബറേഴ്സും സർവീസ് മേഖലയിലേക്കും ഇൻഡസ്ട്രിയൽ മേഖലയിലേക്കും മൂവ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പം ബേസിക്കലി നമ്മൾ എന്താ ചെയ്തത്, ഈ സർപ്ലസ് ആയി വരുന്ന ലേബറേഴ്സ് അഗ്രികൾച്ചർ ലാൻഡില് ഇപ്പൊ ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിൽ തന്നെ കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്യാന്ന് വെച്ചാൽ ആ ലാൻഡിൽ നിന്നുള്ള റിട്ടേൺസില് എന്ത് സംഭവിക്കും, കുറവ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അത്തരത്തിലൊരു കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ മീറ്റ് ചെയ്യണം അല്ലെ. അതായത് ലാൻഡിന്റെ പ്രൊഡക്ടിവിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ മീറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സസ് ആയി വരുന്ന ലേബറേഴ്സിനെ അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നും എടുത്ത് ഇൻഡസ്ട്രിയൽ മേഖലകളിലേക്കും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലകളിലേക്കും ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് ഫെയറാനസ് മോഡൽ പറയുന്നത്. അപ്പൊ ഇതില് പല സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 എന്താ വെച്ചാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റി ഓഫ് അഗ്രികൾച്ചർ ലേബർ 0 ആയിരിക്കും. അതായത് നമ്മൾ ഈ ലാൻഡിലേക്ക് എത്രത്തോളം എംപ്ലോയ് ചെയ്യുന്നുവോ അത്രത്തോളം റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താ, കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേജ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും അത്ര വലിയ രീതിയിൽ പേയ്മെന്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അഗ്രികൾച്ചർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിക്ലൈൻ ചെയ്യും. ഇൻഡസ്ട്രിയൽ വേജ് എന്ന് പറയുന്നത് എന്താ, റൈസ് ചെയ്യും. പക്ഷെ ബേസിക്കലി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല. അഗ്രികൾച്ചർ സെക്ടർ വെറും ഫുഡ് ക്രോപ്സിൽ നിന്നും മാറിയിട്ട് കൊമേഴ്ഷ്യലൈസേഷൻ പ്രോസസ്സിലേക്ക് എൻറ്റർ ചെയ്യും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അഗ്രികൾച്ചർ ലേബർ എൻറ്റയർലി എക്സോസ്റ്റഡ് ആവും, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻ ആണ് സ്റ്റേജ് 3. അതായത് ഇനി അഗ്രികൾച്ചർ ലേബറേഴ്സിന്റെ കൗണ്ടിൽ കൂടുതലില്ല, അവരെ നമുക്ക് ഉപയോഗിച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്കും സർവീസ് മേഖലയിലേക്കും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു ചോദ്യമാണ് ആസിയാനെ കുറിച്ച്. സോ ഇവിടെ റൈറ്റ് ആൻസർ സി ആണ് വരുന്നത്. അഗ്രികൾച്ചർ ലേബർ സർപ്ലസ് എക്സോസ്റ്റഡ്. അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇനി കൂടുതലായി ലേബേഴ്സ് ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ കൂടുതലായി ലേബറേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യുക. അടുത്തത് ആസിയാൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ. റൈറ്റ് ആൻസർ 8 ഓഗസ്റ്റ് 1967 ആണ്. ഈ ഒരു ഇയറും ഈ ഒരു ദിവസവും ഒക്കെ റിപ്പീറ്റഡ് ആയി ചോദിക്കാറുണ്ട്. ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ആണ്. ബാങ്കോക്ക് ഡിക്ലറേഷൻ പ്രകാരമാണ് ഇത് വന്നിട്ടുള്ളത്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ ആൻഡ് തായ്ലൻഡ് ആണ് ഇതിന്റെ ഒറിജിനൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവൽറി തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. പോൾ ക്രൂഗ്മാൻ ആൻഡ് കെൽവിൻ ലങ്കാസ്റ്റർ ആണ് കൊണ്ടുവന്നത്. ഇന്റർനാഷണൽ ട്രേഡിന്റെ മേഖലയിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. അതായത് ആരാണ് ഈ തിയറി കൊണ്ടുവന്നത്, എന്താണ് ഈ തിയറിയുടെ സ്പെൽ ഔട്ട് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പോസ്നർ ആൻഡ് സാമുവൽസൺ, ഇതിൽ പല ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
ഇതിൽ പോസ്നർ ആൻഡ് സാമുവൽസൺ അവര് കൊണ്ടുവന്ന, അതായത് മൈക്കൽ പോസ്നർ ഇമിറ്റേഷൻ ലാഗ് തിയറി, അതായത് ടെക്നോളജിക്കൽ ഗ്യാപ്പ്, ഇപ്പൊ ഡെവലപ്പിംഗ് കൺട്രിയും ഡെവലപ്ഡ് കൺട്രിയും തമ്മിൽ ഒരു ടെക്നോളജിക്കൽ ഗ്യാപ്പ് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ട് അല്ലെ, അറിയുന്നവരും അറിയാത്തവരും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് വരുന്നുണ്ട്. പോൾ സാമുവൽസൺ ആണെങ്കിൽ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ HO തിയറിയിലേക്കൊക്കെ, അതായത് എക്ഷർ ഓക്ലൈൻ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലിൻഡർ വെർണൻ മോഡൽ ആണെങ്കിൽ അവര് കൺട്രി സിമിലാരിറ്റി തിയറി, അതുപോലെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ തിയറിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പോർട്ടർ ആൻഡ് AK സെൻ ആണെങ്കിൽ നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പോൾ ക്രൂഗ്മാൻ ആൻഡ് കെൽവിൻ ലെങ്കാസ്റ്റർ ആണെങ്കിലോ അവർ ഗ്ലോബൽ സ്ട്രാറ്റജിക് റൈവൽറി തിയറി, അതാണ് നമ്മളോട് ചോദിച്ചത്. അതെന്താണ് ആക്ച്വലി? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതേപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അഡ്വാൻസ്മെന്റ്സ് മുതലായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. അടുത്തത്, മാർഷൽ ലേണർ കണ്ടീഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് a devaluation in a currency only improves the balance of trade if the absolute sum of long run exports and import demand elasticity is. അതായത് നമുക്കിവിടെ ബേസിക്കലി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസവും ഉണ്ട്, അതേപോലെ ഫിക്സഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫോഴ്സസിനനുസരിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ മാറ്റം വരുന്നതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. എന്നാൽ ഗവൺമെന്റ് മെക്കാനിസം പ്രകാരം കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, എപ്പോഴും ഒരേ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നതാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് റിജൈം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ കീഴിലാണ് ഡീവാലുവേഷൻ അതുപോലെ റീവാലുവേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു റെഡ്യൂസ് ദ വാല്യൂ ഓഫ് കറൻസി, അതാണ് ഡീവാലുവേഷൻ ഫ്രം ദ പാർട്ട് ഓഫ് ഗവൺമെന്റ്. ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ കറൻസി ഫ്രം ദ പാർട്ട് ഓഫ് ദ ഗവൺമെന്റ് ആണ് റീവാലുവേഷൻ. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് റിജൈമിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്രിസിയേഷനും അതുപോലെ തന്നെ ഡിപ്രിസിയേഷനും. ഇവിടെ മാർക്കറ്റ് ഫോഴ്സസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വാല്യൂ ഓഫ് എ കറൻസി ഡിക്ലൈൻ ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാണ് ഗവൺമെന്റ് അല്ല, മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ച്. അതിനെ ഡിപ്രിസിയേഷൻ എന്നും, മാർക്കറ്റ് ഫോഴ്സസിന്റെ തന്നെ ടെൻഡൻസി എടുത്തുകൊണ്ട് വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്രിസിയേഷൻ എന്നുമാണ് പറയുന്നത്. സോ മാർഷൽ ലേണർ കണ്ടീഷൻ പ്രകാരം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിന്റെ മേഖലയിലേക്ക് പോകുമ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് എക്സ്പോർട്ട് പ്ലസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇമ്പോർട്ട് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതായത് ഒരു രാജ്യത്ത് കൂടുതലായി നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? വാട്ട് ഇസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? റെസ്പോൺസീവ്നെസ് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ് ആണ് അല്ലെ. നമ്മളെ ഡിമാൻഡില് വിലക്കനുസരിച്ച് എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നാണ് പറയുന്നത്. അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. അതായത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യണം. ഇപ്പം മർക്കന്റലിസ്റ്റുകൾ ആണെങ്കിലും ഫിസിയോക്രാറ്റ്സ് ആണെങ്കിലും അവരൊക്കെ പറയുന്നത് എന്താ? രാജ്യം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലെ. മർക്കന്റലിസ്റ്റുകൾ ആണെങ്കിൽ ഗോൾഡ് അക്യുമുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എക്സ്പോർട്ട് മൊബിലൈസ്ഡ് ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത റിപ്പീറ്റഡ് ആയിട്ട് ഇന്ത്യൻ എക്കോണമിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നാഷണൽ ഹെൽത്ത് പോളിസിയെ കുറിച്ച്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബാർ എയിംസ് ഓഫ് നാഷണൽ ഹെൽത്ത് പോളിസി 2017 is bar R. It aims to increase life expectancy at birth from 67.5 to 70 by 2025. It aims to establish regular tracking of disability adjusted life years index as a measure of burden of diseases and its trend by major categories by 2022. It aims reduction of total fertility rate to 2.1 at national and subnational levels by 2025. All of the above ആണ് right answer. ഇവ എല്ലാം തന്നെ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് വരുന്നത്. അടുത്ത ചോദ്യമാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. അതായത് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഈ മാർക്കറ്റ് സ്ട്രക്ചറില് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്, ഇംപെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റും ഉണ്ട്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. ഇംപെർഫെക്റ്റിലാണെങ്കിൽ നമുക്ക് മോണോപ്പൊളി ഉണ്ട്, മോണോപ്പൊളിസ്റ്റിക് ഉണ്ട്, ഒളിഗോപ്പൊളി വരുന്നുണ്ട് അല്ലെ.
സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒളിഗോപ്പൊളിയിൽ വരുന്നതാണ് കിങ്ഡ് ഡിമാൻഡ് കർവ്. എന്താണ് കിങ്ഡ് ഡിമാൻഡ് കർവ്? ഇപ്പൊ 2 ഫേംസ് ഉണ്ട് വിചാരിക്കാം. ഒരു ഫേം മറ്റൊരു ഫേമിന്റെ കാര്യത്തെ കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കും. കാരണം കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ മാർക്കറ്റില്. അപ്പൊ ഒരു സെല്ലർ സപ്പോസ് പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മറ്റേ സെല്ലർ പ്രൈസ് ഇൻക്രീസ് ചെയ്യില്ല. നേരെ മറിച്ച് ഒരു സെല്ലർ പ്രൈസ് കുറച്ചാൽ മറ്റേ സെല്ലർ അതിനെ കുറിച്ച് എന്തായിരിക്കും? വിജിലന്റ് ആയിരിക്കും. ആൻഡ് അവരെന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കാണും. അതർവൈസ് ഇവരുടെ കസ്റ്റമേഴ്സ് അവരിലേക്ക് പോകും. സോ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതില്? കിങ്ഡ് ഡിമാൻഡ് കർവിന്റെ വെർഷനില്. സോ കിങ്ഡ് ഡിമാൻഡ് കർവ് മോഡലിലേക്ക് നമ്മൾ പോയാൽ അവിടെ നമ്മളുടെ ഒരു ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താ? ഓൾവേസ് എൻഗേജ് ഇൻ പ്രൈസ് വാർ ഇല്ല, എപ്പോഴും പ്രൈസ് വാർ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഹാവ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് റൈവൽസ്? നോ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കോമ്പറ്റേറ്റർ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഫേസ് എ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഫോർ പ്രൈസ് ഇൻക്രീസ് ആൻഡ് ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഫോർ പ്രൈസ് ഡിക്രീസ്. അത് കറക്റ്റ് ആയിട്ടുള്ള കേസ് ആണ് അല്ലെ? അതായത് പ്രൈസ് കൂടുന്ന സമയത്ത് നമ്മൾ ജനറലി എന്തിനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും? മറ്റേ ആൾക്ക് പ്രൈസ് കൂട്ടില്ല, സോ ഇലാസ്റ്റിക് ആണ്. നേരെ മറിച്ച് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രീനർ പ്രൈസ് കുറച്ചാൽ മറ്റേ വ്യക്തി എന്ത് ചെയ്യും? പ്രൈസ് കുറയ്ക്കാനായിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. റൈവൽസ് വിൽ നോട്ട് മാച്ച് പ്രൈസ് ഇൻക്രീസ് ബട്ട് വിൽ പാച്ച് പ്രൈസ് ഡിക്രീസ്. ഞാൻ പറഞ്ഞു അല്ലെ, പ്രൈസ് ഇൻക്രീസ് ഒരാൾ ചെയ്താൽ മറ്റേ ആൾ ചെയ്യില്ല. നേരെ മറിച്ച് പ്രൈസ് ഡിക്രീസ് ചെയ്താൽ മറ്റേ വ്യക്തിക്കും കുറയ്ക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ കാണും. സോ ബി as your right answer. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ എവ്രി വൺ. സോ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ച് തന്നെ പഠിക്കുക. സോ എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.